നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്ര ജാതകരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ്. ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷത്തിൽ തൊഴിൽപരമായി നോക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയവും നിലവിൽ പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന അവസരങ്ങൾ ലഭിക്കുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വിഷുവർഷത്തിൽ അതിനുള്ള സാഹചര്യം വരികയും അതിൽ നിന്നും ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഗവൺമെന്റ് സെക്ടറിൽ ഉള്ളവർക്കും അനുയോജ്യമായ സമയം തന്നെയാണ്. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് ലാഗ് വന്നാൽ തന്നെയും വിദേശയാത്ര സാധ്യമാകും. കുടുംബപരമായി ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ വാക്കും പ്രവൃത്തിയും ശുദ്ധമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തെറ്റിദ്ധാരണകൾ മൂലം ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഈ വിഷുവർഷം ശ്രദ്ധ നല്ല രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിനും സമയമില്ല എന്ന ചിന്തയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതിലൂടെ സ്കിൻ, ഉദരം, കാൽമുട്ട്, നട്ടല് ഇവ സംബന്ധമായി കുറച്ച് വിഷയങ്ങൾ വരുവാൻ ഉള്ള സമയമാണ്. ആയതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. സാമൂഹികപരമായി ബന്ധങ്ങൾ ശക്തമാകുവാനും അറിയപ്പെടുന്ന വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു വരുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. പ്രണയപരമായി ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 6 മാസക്കാലം കമിതാക്കൾക്കിടയിൽ അകൽച്ച വരുവാനും തന്മൂലം ചെറിയ രീതിയിൽ കലഹങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുപോലെ വിവാഹത്തിന് കുറച്ചൊരു ലാഗ് വന്നാൽ തന്നെയും അനുകൂല സമയമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന വർഷമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക്. പ്രശ്നപരിഹാരാർത്ഥം ശിവപാർവതി ക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിച്ച് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു. പുതിയ അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.